നമ്മുടെ ഇപ്പം ലഹരി വിപത്തിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് സർക്കാരും പ്രതിപക്ഷവുമൊക്കെ നമുക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാ മേഖലയിലും എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ ഇങ്ങനെ ഒരു എക്സൈസിൻ്റെ സ്റ്റാള് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമുക്ക് പ്രത്യേകിച്ച് സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്നത്തെ ലഹരി വിൽപ്പനക്കാരും ലഹരിയും കൂടുതലായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം സ്റ്റാളുകൾ കൊണ്ടുവന്നത്. ഇതിൻ്റെ പ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്നത്തെ യുവതാരങ്ങൾ, അതായത് ഇനി വരുന്ന നമ്മുടെ തലമുറകളെ നല്ല രീതിയിലേക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടും അവരെ നല്ല നിലയിലേക്ക് നമ്മളോടൊപ്പം കൂട്ടിയോജിപ്പിക്കുവാൻ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. പ്രത്യേകിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന മോട്ടിവേഷൻ, കൂടാതെ അവർക്ക് വേണ്ടുന്ന ബോധവൽക്കരണം, കൂടാതെ അവർക്ക് വേണ്ടുന്ന കൗൺസിലിങ്, എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുക്കുന്നത്. നമുക്ക് കഴിയാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ സ്കൂളുകളായാലും ഇനി കോളേജുകളിലായാലും ഓരോ ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുമല്ല, ഒരു 20 പേരുണ്ടെങ്കിൽ എന്തായാലും ഒരു 5 കുട്ടികൾ അതിൽ മാറി മറിഞ്ഞാൽ നമുക്ക് 5 കുട്ടികളല്ല 5 കുടുംബങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള തലമുറയെ നമ്മൾ നല്ലവണ്ണം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം മാതൃകകൾ നമ്മൾ കാണിക്കുന്നത്. ഇത് നമുക്കൊരു ഊർജ്ജവും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ത്യാഗങ്ങളിൽ ഏറ്റവും വലുതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും നല്ല സഹകരണവും സപ്പോർട്ടും തന്നെയാണ് ഉള്ളത്.